ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈഫ് ആൻഡ് ഫാമ. നമ്മൾ കുറേ ദിവസമായില്ലേ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ടാണ്. അപ്പോൾ നോമ്പിൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോയിൽ. കുറേ വിശേഷങ്ങളുണ്ട് പറയാൻ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കൊട്ട് നമസ്കാരം വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ പുതിയ ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട് ഒരു ഫാർമസിയിൽ. ഇവിടുന്ന് ഒരു അരമണിക്കൂർ നടക്കാനുള്ള ഡിസ്റ്റൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ 4:30 തൊട്ടിട്ട് ഈവനിങ് 4:30 തൊട്ട് 12:30 വരെയാണ്. അപ്പോൾ എനിക്ക് സമയമുണ്ടല്ലോ രാവിലെയൊക്കെ. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും കേട്ടോ. ഇടത്താഴമൊക്കെ കഴിഞ്ഞ് പിന്നെ കിടക്കുമ്പോൾ എന്തായാലും 5 മണിയൊക്കെ ആവും. പിന്നെ എഴുന്നേൽക്കുമ്പോൾ എന്തായാലും ലേറ്റ് ആവും. പിന്നെ ഞാൻ കുറച്ച് നേരം പുറത്ത് തോണ്ടി ഇങ്ങനെ ചെടിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഇത് ഓറഞ്ചാണ് കേട്ടോ. ഞാൻ ഒരു അരി ഒന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്തിയിട്ടിട്ട് നോക്കിയത്, അത് കിളിച്ചു, പക്ഷെ മുകളിലോട്ട് വരുമെന്നൊന്നും അറിയില്ല, നോക്കാം. പിന്നെ കുറേ ചെടികളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഉണ്ടായിരുന്നു, അതൊക്കെ കിളിച്ചു വരുന്നുണ്ട്. പിന്നെ കറിവേപ്പ്, കറ്റാർവാഴ, ഇതൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിട്ടോ, ഇതൊക്കെ കിളിക്കുന്നുണ്ട്. പിന്നെ കുറേ ചീരയൊക്കെ ഞാൻ ഭാവിയിലൊക്കെ കിളിച്ച് വന്നിട്ടുണ്ട്. തക്കാളി ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ കിളിക്കുന്നേ ഉള്ളൂ. പിന്നെ ഈ മുളക് നമ്മൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു, അതും കിളിച്ച് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇനി വെയിലാവുമ്പോൾ നമുക്കറിയത്തില്ല എന്താവുമെന്ന്, എന്തായാലും നോക്കാം. പിന്നെ മല്ലി, പുതിന, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. മല്ലി പക്ഷേ അത്രയ്ക്കൊന്നുമില്ല, കാരണം ഞാൻ മല്ലി ഓൾറെഡി നന്നായിട്ട് കിളിച്ച് വന്നതായിരുന്നു പാവിയിട്ട് ഒരുപാട്. പക്ഷേ അത് മഴ വന്നപ്പോൾ, ഇടയ്ക്കൊരു മഴ വന്നായിരുന്നു, അപ്പം നശിച്ചു പോയി കേട്ടോ. അപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ കിടന്ന ഒരു മല്ലി ഇങ്ങനെ പൂത്തൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പുതിനയൊക്കെ ഉണ്ട്. പുതിന നമ്മൾ വാങ്ങിയിട്ടുള്ളതായിരുന്നു, അത് ഇപ്പോൾ നന്നായിട്ട് വളർന്നപ്പോൾ ഞാൻ രണ്ടാക്കിയൊക്കെ വെച്ച് അതൊക്കെ കിളിച്ച് വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ചെടികൾ കേട്ടോ. പിന്നെ കിഴങ്ങുണ്ട് കേട്ടോ. കിഴങ്ങെന്ന് പറഞ്ഞാൽ പൊട്ടറ്റോ ജസ്റ്റ് ഇങ്ങനെ മുളച്ചു വരുമല്ലോ ചില പൊട്ടറ്റോസ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയത്, അത് ഇങ്ങനെ കിളിച്ച് നിൽപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നോക്കാം. പിന്നെ ഇക്കുവിന് 2 മണിക്കായിരുന്നു ഡ്യൂട്ടി, അപ്പോൾ ഇക്കു ഡ്യൂട്ടിക്ക് പോകാനായിട്ട് പോകാൻ കേട്ടോ. ഇത് ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ജസ്റ്റ് ഉണക്കാനായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉണക്കി പൊടിച്ചൊക്കെ വെക്കും, പക്ഷേ ഇപ്പം സ്കിൻ കെയർ ഒക്കെ ഭയങ്കര ശോകമാണ്. ഇനി എല്ലാം റീസ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സമയത്തിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഇപ്പോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ഇത് ഇക്കുവിന് വേണ്ടി ഒരു ഷേക്ക് അടിച്ചു വെക്കാമെന്ന് വിചാരിച്ചു, കാരണം നോമ്പ് തുറക്കാനായിട്ട്. ആള് ഇവിടെ ഇന്ന് ഇന്ത്യൻ അസോസിയേഷന് നോമ്പ് തുറയുണ്ട്, അപ്പോൾ ആൾ നോമ്പ് തുറയ്ക്ക് പോയിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും ഒരു ഷേക്കും കൂടി അടിച്ചു വെച്ചേക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ എന്തുകൊണ്ട് അവക്കാഡോയും ബനാനയും ഒക്കെ വെച്ചിട്ട് ഒരു ഷേക്കായാണ് അടിച്ചു വെക്കുന്നത് കേട്ടോ. സോ ഇന്ന് 12:30 വരെ ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇക്കുവിന് ഇതുകൊണ്ട് ഒരു ഷേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. കുറച്ച് ഒരു അവക്കാഡോയും ബനാനയും പിന്നെ മിൽക്കും പിന്നെ കുറച്ച് കാഷ്യൂം ഷുഗറും കൂടി ആഡ് ചെയ്തിട്ടാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ അടിച്ചു വെച്ചു. പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ ഞാൻ ഒരുങ്ങാനുള്ള കാര്യങ്ങൾ നോക്കുകയാണ് പോകാനുള്ള. ആക്ച്വലി ഞാൻ അങ്ങോട്ട് പോകുന്നത് ടാക്സിയിലായിരിക്കും, ഇങ്ങോട്ട് വരുന്നത് നടന്നിട്ടായിരിക്കും കേട്ടോ. കാരണം ഈവനിങ് ആയാലും ചെറിയ ചൂടുണ്ട്, അപ്പം അരമണിക്കൂറോളം നടക്കാനുള്ള ഡിസ്റ്റൻസും ഉണ്ട്. അപ്പം നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ ഞാൻ അങ്ങോട്ട് ടാക്സി പോവും, ഇങ്ങോട്ട് ഈവനിങ് അല്ലേ, രാത്രി ആവത്തില്ലേ. അപ്പോൾ രാത്രി പതുക്കെ നടന്നു വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല, അപ്പോൾ ഇങ്ങോട്ട് നടന്നു വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഒരുങ്ങി പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. സോ അങ്ങനെ ഫാർമസി എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഫാർമസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മാനേജ്മെൻ്റ് ഒക്കെ ചേഞ്ച് ആയിട്ട് മെഡിസിൻസ് എല്ലാം അറേഞ്ചായി എല്ലാം സെറ്റാക്കി വരുന്നതേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ ജോലിയൊന്നും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തന്നെ നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സ്ട്രോബെറി മിൽക്ക് ഷേക്ക്, ഈ ഒരു സ്പോട്ട് ഫാർമസി ഉള്ളതെന്ന് പറഞ്ഞാൽ ചുറ്റും ഒരുപാട് റെസ്റ്റോറൻറ്റ്സും പിന്നെ ഷോപ്സും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് കേട്ടോ, സൂപ്പർ മാർക്കറ്റും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഒരു കാര്യത്തിനും ഒരു പ്രശ്നമില്ല, നമുക്ക് അടുത്തോട്ട് അങ്ങോട്ട് ഓടിപ്പോയാൽ മതി, എന്തിനു വേണമെങ്കിലും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് തിരിച്ചു പോകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഫുൾ ഷോപ്സും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര നല്ലതായിട്ട് തോന്നി കേട്ടോ.
അങ്ങനെ ഞാൻ എന്തുകൊണ്ട് ഫാർമസിയിലൊക്കെ ഇരുന്ന് നോമ്പ് തുറന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇക്കു ഫുഡായിട്ട് വന്നത്. ആക്ച്വലി ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊട്ടപ്പുറത്തൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടുന്ന് നോമ്പ് തുറ കിറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇക്കു ഓൾമോസ്റ്റ് എല്ലാ സമയത്തും, അതായത് ഈ ഒരു സമയത്തേക്കും ഇങ്ങോട്ട് വരും. കാരണം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇക്കുൻ്റെ ഡ്യൂട്ടി ഈ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേ ഇക്കുൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് പിന്നെ 1 മണിക്കൊക്കെ കാണും. അപ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഇങ്ങോട്ട് വരും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ക്ലോസ് ചെയ്തിട്ട് പോകാൻ കേട്ടോ. 12:30 ആയിട്ടുണ്ട്. അപ്പം ഞാൻ ക്ലോസ് ചെയ്തു ഫാർമസി ക്ലോസ് ചെയ്തിട്ട് അതുകൊണ്ട് നടന്നാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാർമസി നിൽക്കുന്ന ആ ഒരു ഏരിയ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഷീനുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. അപ്പം എല്ലാം ഉള്ള ആ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ കണ്ടാൽ എന്താ 12:30 ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളും വണ്ടികളാണ് കേട്ടോ. 12:30 ആയി നടക്കുന്നതുകൊണ്ടൊന്നും ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് നാട്ടിലെ പോലൊന്നുമല്ല, ഇവിടെ ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇക്കുവിൻ്റെ ഫാർമസി ആയിരുന്നു ഇത്. അപ്പോൾ കീ ഇക്കുവിൻ്റെ കയ്യിലായിരുന്നു റൂമിൻ്റെ. അപ്പോൾ കീ തരാനായിട്ട് വന്നതാണ്. ഇക്കുവിന് ഇനി 3 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. പിന്നെ ഞാൻ പതുക്കെ നടന്ന് അതുകൊണ്ട് റൂം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൂം എത്തിക്കഴിയുമ്പോൾ എനിക്ക് ചെറിയൊരു ക്ഷീണം തോന്നും. കാരണം നോമ്പൊക്കെ കൂടി അല്ലായിരുന്നു. അപ്പം ഞാൻ നമ്മൾ അടിച്ചു വെച്ച ഷേക്കിൻ്റെ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനെടുത്ത് കുടിച്ചു ആദ്യമേ. കാരണം ഇത്രയും നടന്നു വന്നപ്പോൾ കുറച്ചൊരു നോമ്പും കൂടെ ആയതുകൊണ്ട് കുറച്ചൊരു ക്ഷീണം തോന്നും. പിന്നെ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് പിന്നെ 3 മണിയാകുമ്പോൾ ഇക്കു വരുമല്ലോ. അപ്പോഴത്തേക്കും നമുക്ക് അത്താഴത്തിന് എന്തെങ്കിലും ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി കറിയൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നത് അത്താഴത്തിനായിട്ട് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചോറാണ് സാധാരണ ഇവിടെ അത്താഴത്തിന് എടുക്കുന്നത്. അപ്പോൾ ചോറും പിന്നെ ദോശ മാവിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദോശയും കൂടി ചൂടാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഇന്ന് പ്ലാൻ ചെയ്തത്. പിന്നെ കറി ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ എടുത്ത് വെക്കാറുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടായിരിക്കും മിക്കപ്പോഴും നമ്മുടെ അത്താഴം സെറ്റാക്കുന്നത് കേട്ടോ. പിന്നെ ഇന്ന് ദോശയും കൂടി ചുട്ടിട്ടുണ്ട്. സാധാരണ ദോശ അങ്ങനെ ചുടാറില്ല. ചോറ് വെച്ചിട്ടാണ് ചോറാണ് അത്താഴത്തിന് സാധാരണ നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു അത്താഴത്തിന് ഉള്ള ഫുഡ് കേട്ടോ. പിന്നെ ചായ ഇടും, നോർമലി ചായയും കൂടി കുടിക്കും അത്താഴത്തിന്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഇന്നത്തെ അത്താഴമൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡെല്ലാം ഞാൻ സെറ്റാക്കി വരുമ്പോൾ ഇക്കു 3 മണിയാകുമ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കോമൺലി ഞാനൊരു മുട്ടയും കൂടി എടുത്ത് പൊരിക്കും കേട്ടോ. ഇവിടെ ഇക്കുവിന് മുട്ട ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട, അത് മാത്രം മതി. അത് വെച്ച് ഫ്ലോർ കഴിച്ചോളും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ ഞാനൊരു 2 മുട്ടയും കൂടി എടുത്ത് പൊരിച്ചു. അങ്ങനെ നമ്മൾ അത്താഴമൊക്കെ കഴിച്ചു. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.